ശരി, സയ്യിദ് പണിക്കർ, മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ലേ ഇ ഡിയുടേത്? ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈ കാര്യമാണ്. ഈ 1.72 കോടി എന്ന ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി, അതാണ് കൂടുതലായിട്ടും എടുത്തു പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിന്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. ഈ ഘട്ടത്തിൽ ഇതിൽ പ്രതികളായിട്ട് ആരെയും ചേർത്തിട്ടില്ല. മണി ലോണ്ടറിങ് ആക്ട് മണി ലോണ്ടറിങ് നടത്തിയിരിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി അതിലുള്ളത് കൊണ്ട് ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു എൻക്വയറിയാണ്. ഇനി ഇതിൽ തെളിവ് ശേഖരണവും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം PMLA ആക്ട് നിലനിൽക്കുന്നതാണ് എന്ന ബോധ്യമുണ്ടായതിനു ശേഷം FIR രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇതിന്റെ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളിലേക്കൊക്കെ തന്നെ പോകാൻ. അതൊക്കെ തന്നെ സമയമെടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ നിന്ന് ഈ ഒരു കേസിന് മറ്റുള്ള ആൾക്കാർക്ക് പണം കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ശശിധരൻ കർത്തയുടെ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. എന്നാലോചിച്ച് നോക്കൂ, ഈ അന്വേഷണ ഏജൻസികളോട് ശശിധരൻ കർത്ത കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം തന്നെ പറയുന്നത് CMRL പോലെ ഒരു സ്ഥാപനം ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നിരവധി ആൾക്കാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പണം നൽകിയേ മതിയാകൂ. കാരണം അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി എൻവയോൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ നിരവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇതിന് ചുറ്റുവട്ടമുള്ള ആൾക്കാർക്കെല്ലാം തന്നെ പണം കൊടുക്കണം. അപ്പൊ അങ്ങനെ പണം കൊടുക്കുന്നതിനിടയിൽ ആരാധനാലയങ്ങൾ ഉണ്ടായിരിക്കാം, അങ്ങനെ പണം കൊടുക്കുന്നതിൽ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം, മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം ഇവരെല്ലാം പൊട്ടൻഷ്യലി ഇവർക്കെതിരെ വാർത്തകൾ ഉണ്ടാക്കുന്ന, ഇവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, ഇവർക്കെതിരെ കംപ്ലൈന്റുകൾ റൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം ഗുഡ് ബുക്സിൽ കയറി വരുന്നതിന് വേണ്ടി ഇവരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ബിസിനസ് ഓടിക്കുന്നതിന് മാത്രമായിട്ട് ഞങ്ങൾക്ക് പണം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് കർത്തായുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അപ്പോൾ ആ ഒരു കേസ്, അതായത് അവിടെ പുള്ളി നോക്കിയിട്ടില്ല, ആരെയും പ്രത്യേകിച്ച് ഒരാളിനെ ഒഴിവാക്കുന്നത് പോലെ നോക്കിയിട്ടില്ല. എല്ലാ പാർട്ടിക്കാർക്കും പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന പണം കൂടുതലും കുറവൊക്കെ 15-20 ലക്ഷമൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ടാവും. ചിലർക്ക് ചെറിയ എമൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അന്വേഷിക്കേണ്ടതാണോ? തീർച്ചയായിട്ടും. കാരണം ഇത് ലൂസ് ഷീറ്റിൽ എഴുതിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് കോടതിയിൽ അഡ്മിസിബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് ആയിട്ട് വരണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിറ്റ്നസ്, ട്രാൻസാക്ഷൻ, ഇതിന് കുറേ കാര്യങ്ങൾ വേണം. അതൊക്കെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അതൊരു പക്ഷേ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ കേസ് അങ്ങനെയല്ല. ഈ കേസിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണി ലെയർ ചെയ്തിരിക്കുന്നതാണെന്ന് സംശയിക്കാൻ കഴിയുന്ന, ഒരു തരത്തിലുള്ള സേവനവുമില്ലാതെ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഈ വലിയ ഭാരിച്ച ട്രാൻസാക്ഷൻസ്, പേയ്മെന്റ് ഉള്ള ഒരു ബിസിനസ് കൊടുത്തിരിക്കുന്ന, അതിന് തക്ക ഔട്ട്പുട്ട് അവിടെ കിട്ടിയിട്ടില്ലാത്ത, റിറ്റൈനർഷിപ്പിന് വേണ്ടി വെറുതെ പണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എൻഗേജ്മെന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പണം വാങ്ങുന്ന സമയത്തുള്ള ആൾക്കാരുടെ പൊസിഷൻസ് ആണ്. ആ പൊസിഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബന്ധുത്വം. ആ ബന്ധുത്വം വഴി ഇവിടെ സംശയിക്കപ്പെടാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, മുഖ്യമന്ത്രി ആയിരുന്ന ആളിന്റെ മകൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാതെ ഇങ്ങനെ ഒരു പണം എല്ലാ മാസവും കൊടുക്കുന്നു. 2, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി അദ്ദേഹത്തിന്റെ ഈ മകൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി FIR ഇടാൻ പോലീസിനോട് ആവശ്യപ്പെടുന്ന സമയത്തും അത് എസ്കലേറ്റ് ചെയ്യുന്ന സമയത്തും കൃത്യമായിട്ടുള്ള നിയമോപദേശവും കൂടിയാലോചനകളും ഇല്ലാതെ ഇവരിതിനെ നിഷേധിക്കുമോ? അപ്പൊ അതിനർത്ഥം അങ്ങനെ ഒരു അന്വേഷണം നടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മറ്റേതൊരു കേസിലേക്കാളും രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കോ പണം കൊടുത്തിരിക്കുന്നതിനേക്കാൾ ഈ കേസ് വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. അതൊരു ക്വിഡ് പ്രോക്കോ ആണെന്നോ അല്ലെന്നോ എങ്ങനെ അറിയാം? ഇവിടെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള പല ആക്ടുകൾ എൻഫോഴ്സ് ചെയ്യുന്നതിൽ നിന്നോ ഒക്കെ തന്നെ സർക്കാർ മടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം അതിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ അന്വേഷണം പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കേണ്ടത് ED തന്നെയാണോ എന്നും എനിക്കറിയില്ല. മണി ലോണ്ടറിങ്ങിന്റെ കാര്യമായിരിക്കും ഒരുപക്ഷെ ED അന്വേഷിക്കുന്നത്. പക്ഷെ അതല്ലാത്ത മറ്റ് പോസിബിൾ ആംഗിൾസ് ഉണ്ടല്ലോ. നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള മറ്റേതെങ്കിലും രീതിയിലത്തേക്കുള്ള ഇൻവോൾവ്മെന്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് EDയുടെ പരിധിയിലല്ല. മറ്റേതെങ്കിലും ഒരു ഏജൻസി വേണം. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ ബംഗാളിലെ കേസുണ്ടല്ലോ, അവിടെയും EDയെ ആക്രമിച്ചല്ലോ. അവിടെ എന്തൊക്കെ തരത്തിലുള്ള കേസുണ്ടായിരുന്നു? ആയുധം സംഭരിച്ചു, സ്ത്രീകൾക്കെതിരെ അതിക്രമം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ വേറെ ഏതെല്ലാം ഏജൻസികളോട് വന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അതേപോലെ തന്നെ ഒരുപക്ഷെ ഈ അന്വേഷണത്തിനെ വിപുലപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ SFIO എന്ന് പറയുന്ന ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നാകെ വീണ തന്നെ കൊടുത്തിരിക്കുന്ന മൊഴികൾ നാളെ അവർക്ക് ഒരു തരത്തിലുള്ള ഡിഫൻസ് ഇതിലില്ലാത്ത രീതിയിലേക്ക് അവരെ നിരായുധയാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവരുടെ ലീഗൽ ടീമിനും ഇനി ഇതിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. കാരണം പ്രത്യേകിച്ച് ഒരു എവിഡൻസും ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കൊടുക്കുന്നത് എന്താണ്? IT സേവനമാണ്, അല്ലെ? IT സേവനത്തിന് ഡിജിറ്റൽ എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ശരിയാണ്. SFIO റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ED അന്വേഷണം കള്ളപ്പണം വെളുപ്പിക്കലിലേക്ക് നീങ്ങുമോ, എവിടെ വരെ എത്താൻ EDക്ക് കഴിയുമെന്നാണ് വരും ദിവസങ്ങളിൽ കാണുവാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.